ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്കുള്ള റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു തുടങ്ങി. മന്ത്രിതല ഉപസമിതി നേരിട്ടെത്തിയാണ് കാർഡുകൾ വിതരണം ചെയ്തത്. നഷ്ടപ്പെട്ട എല്ലാ രേഖകളും ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അടിയന്തരമായി നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഉറപ്പു നൽകി. ഉരുൾപൊട്ടലിൽ നഷ്ടപ്പെട്ട രേഖകളും മറ്റും ദുരന്തബാധിതർക്ക് തിരിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥർ ക്യാമ്പിൽ കഴിയുന്നവർക്ക് റേഷൻ കാർഡ് തയ്യാറാക്കി നൽകിയത്. മന്ത്രിമാരായ കെ രാജൻ, PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, OR കേളു എന്നിവർ ഒന്നിച്ചാണ് കാർഡുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചത്. ആദ്യമായി ഒരു അമ്മ ഏറ്റുവാങ്ങിയിരിക്കുന്നു മന്ത്രി രാജനിൽ നിന്നും. അതോടൊപ്പം സഫിയ രണ്ടാമത്തെ പേര് വിളിച്ചിരിക്കുന്നു. റേഷൻ കാർഡിന് പുറമെ മറ്റ് രേഖകളും ക്യാമ്പിൽ കഴിയുന്നവർക്ക് ഉടൻ നൽകുമെന്നും ഇതിനായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കാനുള്ള ചുമതല ജില്ലാ കളക്ടർക്ക് നൽകിയതായും മന്ത്രി കെ രാജൻ പറഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാനുള്ള ഏറ്റവും വിപുലമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാനാണ് സർക്കാരിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ശ്രമം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യം ആ നടപടി പൂർത്തീകരിക്കുന്നത് സിവിൽ സപ്ലൈസ് വകുപ്പാണ്. ഈ ക്യാമ്പുകളിൽ ഉണ്ടായ അവിടെയുള്ള വലിയ ദുരന്തം നടന്നതിൻ്റെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയ റേഷൻ കാർഡുകൾ അടിയന്തരമായി തിരിച്ചു കൊടുക്കുക എന്ന സംവിധാനത്തിലേക്കാണ് പോകുന്നത്. ജീവിതം തിരിച്ചുപിടിക്കാൻ ദുരന്തബാധിതർക്കൊപ്പം സർക്കാർ ഉണ്ടെന്ന വാഗ്ദാനത്തിന്റെ ആദ്യ രേഖയാണ് തിരിച്ചു കിട്ടിയ റേഷൻ കാർഡ്. എവിടെയും ഇവിടുന്ന് പോകാൻ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇരിക്കാനൊരു അധീനമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു സംവിധാനം ഞങ്ങൾക്ക് ചെയ്തു തരണം. സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അന്തേവാസികൾക്കാണ് ആദ്യം റേഷൻ കാർഡ് നൽകിയത്. മുഴുവൻ അന്തേവാസികൾക്കും ഉടൻ കാർഡ് വിതരണം ചെയ്യും. റിപ്പോർട്ടർ, കോഴിക്കോട്.